ഹായ്, എല്ലാവർക്കും മാംസവേളിലേക്ക് സ്വാഗതം. ഞാനിന്ന് മത്തി വറുത്തത് അതിൻ്റെ ഒന്ന് മസാല പരിചയപ്പെടുത്താൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്കിവിടെ മീൻ വറുക്കാനുള്ള മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു ടീസ്പൂണ്, ചെറിയ ടീസ്പൂൺ കൊണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ച് കായപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചത്, പിന്നെ 2 വറ്റൽമുളക് ചതച്ചെടുത്തതാട്ടാ. അപ്പോൾ പിന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് 6 ഐറ്റംസും കൂടി നമുക്ക് വെളിച്ചെണ്ണയിൽ കുഴച്ചിട്ട് മീനെടുക്കാം. ഈ മീൻ വറുക്കാനുള്ളതാണ്. നമുക്ക് കുഴക്കട്ടെ. വെളിച്ചെണ്ണയിൽ ഒക്കെ കൂടി മിക്സാക്കിയിട്ട് പോരെങ്കിൽ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിന് മുന്നേ ഒരു മസാല അരച്ചിട്ട് വീഡിയോയിലിട്ടുണ്ടായിരുന്നു മീൻ വറുത്തത്. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. കായപ്പൊടി ചേർത്തിട്ട്, കായം കുറച്ച് ചേർത്താൽ മതി, വരും മണത്തിന് വേണ്ടിയിട്ടാണ്, ടേസ്റ്റും ഉണ്ടാവും. നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ ജീരകം ഉണ്ടല്ലോ, അത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വറുത്തതിന് ശേഷം നല്ല വറവായി വരുമ്പോൾ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി നല്ല മണം കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ മീൻ വറുത്ത് നോക്കുക, മസാല ഇട്ടിട്ട്. നല്ല ടേസ്റ്റായിരിക്കും. ഇന്നാൾ ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും കണ്ടു നോക്കണേ. അത് വേറെ തന്നെ മസാലകൾ അരച്ചെടുത്തിട്ട് ചേർത്തിട്ടുള്ള അതും നല്ല ടേസ്റ്റാട്ടോ. മീൻ മസാല അങ്ങനെ മണക്കും. മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും മീൻ. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് നിങ്ങൾ എത്ര മീൻ എടുക്കണം അതിനനുസരിച്ചൊക്കെ ആവശ്യത്തിന് നോക്കിയെടുക്കുക. നമ്മുടെ ഇവിടെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് മുളകൊക്കെ തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് എടുക്കുക. ഞാൻ ഇത്ര ടീസ്പൂൺ എടുത്തെന്ന് വെച്ചിട്ട് അത്ര തന്നെ എടുക്കാൻ പറ്റിയത്. നിങ്ങളുടെ മീൻ ഐറ്റംസ് എത്രയുണ്ട് അതനുസരിച്ച് എടുക്കുക. നമുക്ക് ഇത് 1 മണിക്കൂർ ഇങ്ങനെ മസാല തേച്ചിട്ട് വയ്ക്കുക. നല്ല ടേസ്റ്റായിരിക്കും. മസാലയൊക്കെ നല്ലോണം പിടിച്ച് എന്നതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. എന്നാൽ ശരി. മസാല തേച്ചിട്ട് മീൻ വറുക്കാനാണ്. നമ്മൾ മുളകൊക്കെ തേച്ച് 1 മണിക്കൂർ എന്നേക്കാളും അധികം വെച്ചു. അപ്പോൾ നമുക്ക് ഈ മീൻ വറുത്തെടുക്കട്ടെ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. വെളിച്ചെണ്ണ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒഴിക്കണുള്ളൂ. മീറ്റ് കൊടുക്കാം കേട്ടോ. ഇത് മീനിൻ്റെ പലിഞ്ഞീനാണ്. സൈഡിലിട്ട് കൊടുക്കാം. ചിടാൻ പോവാണ്. അതിക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് പെരിഞ്ചീരകം നമുക്ക് വെതറി കൊടുക്കാം. സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില സ്വല്പം ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മറിച്ചിടാം. പിന്നെ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ മസാലയൊക്കെ ആക്കി മീൻ വറുത്ത് നോക്കണം, കഴിച്ച് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.